നമ്മളിൽ പലരുടെയും മനസ്സിൽ ഒരു കിടിലൻ ഐഡിയ ഉണ്ടാകും അല്ലേ? ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്ന്. പക്ഷേ ഒരു ഐഡിയയെ വിജയകരമായ ഒരു പ്രോഡക്റ്റാക്കി മാറ്റുന്ന ആ യാത്ര അതത്ര എളുപ്പമുള്ള ഒന്നല്ല. സത്യം പറഞ്ഞാൽ മിക്ക പുതിയ പ്രോഡക്റ്റുകളും, അതായത് നമ്മൾ MVP എന്നൊക്കെ പറയുന്ന മിനിമം വയബിൾ പ്രോഡക്റ്റുകൾ, മാർക്കറ്റിലെത്തും മുൻപേ തന്നെ പരാജയപ്പെട്ടു പോകാറുണ്ട്. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ശരി, നമുക്കതിന്റെ കാരണങ്ങളിലേക്കും ഏറ്റവും പ്രധാനമായി അതിന്റെ പരിഹാരങ്ങളിലേക്കും ഒന്ന് കടന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഈ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം നല്ല ആശയങ്ങൾ, നല്ല കഴിവുള്ള ടീമുകൾ ഉണ്ടായിട്ടും അവസാനം പരാജയപ്പെട്ടു പോകുന്നത്? ഇതിന് വളരെ ലളിതമായൊരു ഉത്തരമുണ്ട്. അതെ, ഇത് തന്നെയാണ് ആ പ്രധാന കാരണം: ഫോക്കസ് ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തന്നെ മറന്നുപോകും. ഇത് തന്നെയാണ് മിക്ക പുതിയ പ്രോഡക്റ്റുകളുടെയും പ്രധാന വില്ലൻ. പക്ഷെ വിഷമിക്കേണ്ട, ഈ പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റും. അതിനൊരു വഴിയുണ്ട്. നമ്മളൊരു യാത്ര തുടങ്ങുന്നതിനു മുൻപ് കയ്യിലൊരു മാപ്പ് വേണം, അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാപ്പ് വരയ്ക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണിത്. നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് തന്നെ ഒരു വ്യക്തത വരുത്തുക. കോഡിന്റെ ആദ്യത്തെ ലൈൻ എഴുതുന്നതിനു മുൻപേ ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ ഒരു ഉത്തരം വേണം. നിങ്ങൾ ശരിക്കും ഏത് പ്രശ്നത്തിനാണ് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നിങ്ങളിതുണ്ടാക്കുന്നത്? നിങ്ങളുടെ പ്രോഡക്റ്റ് അവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം, ആ വാല്യൂ എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറ. ഇനി ഈ സ്ലൈഡിൽ കാണുന്ന ചോദ്യം, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനെ നിങ്ങളുടെ വഴികാട്ടുന്ന നക്ഷത്രം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഒരുപാട് ആശയങ്ങളും ഫീച്ചറുകളുമൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളെ ശരിയായ ട്രാക്കിൽ നിർത്താൻ. നിങ്ങളുടെ മുഴുവൻ ടീമിനെയും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ആ ഒരൊറ്റ കാര്യം എന്തായിരിക്കണം? ശരി, അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി. ഇനി അടുത്ത പടിയിലേക്ക് പോകാം. നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയെന്ന് എങ്ങനെയാണ് അറിയുക? അതിനാണ് വിജയം എന്താണെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ നിർവചിക്കുന്നത്. വിജയമെന്ന് പറയുന്നത് വെറുതെ ഒരു തോന്നലാകരുത്. അത് നമുക്ക് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. നിങ്ങൾ ആദ്യത്തെ കോഡ് എഴുതുന്നതിന് മുൻപ് തന്നെ ഓക്കെ, ഇത് വിജയിച്ചു എന്ന് പറയാൻ നിങ്ങളെ സഹായിക്കുന്ന ആ അളവുകോലുകൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ചിരിക്കണം. ഉദാഹരണത്തിന്, എത്ര പേർ നിങ്ങളുടെ പ്രോഡക്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട്? അതാണ് എൻഗേജ്മെന്റ്. എത്ര പെട്ടെന്നാണ് പുതിയ കസ്റ്റമേഴ്സ് വരുന്നത്? അതാണ് അഡോപ്ഷൻ. നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എത്ര പേർ ചെയ്യുന്നുണ്ട്? അത് കൺവേർഷൻ. അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ടോ? അതാണ് റവന്യൂ. ഈ മെട്രിക്കുകളാണ് നിങ്ങളുടെ ആശയം ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കുന്ന യഥാർത്ഥ ഡേറ്റ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരുന്നത്. ഈ പ്രോജക്റ്റുമായി മുന്നോട്ടു പോകണോ അതോ നിർത്തണോ എന്ന് തീരുമാനിക്കാനാവശ്യമായ ഏറ്റവും കുറഞ്ഞ റിസൾട്ട് എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ മാസത്തിൽ 100 കസ്റ്റമേഴ്സ് കിട്ടണം എന്നതൊരു മിനിമം ട്രാക്ഷൻ ആകാം. ഈ ഒരു ലക്ഷ്യം നമ്മൾ മുൻകൂട്ടി തന്നെ സെറ്റ് ചെയ്യണം. ഓക്കേ, അപ്പോൾ ലക്ഷ്യമായി, വിജയത്തിന്റെ അളവുകോലുകളുമായി. ഇനി നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു രൂപരേഖ, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാം. ഇവിടെയാണ് അച്ചടക്കം ഏറ്റവും പ്രധാനമായി വരുന്നത്. ഇത് ഒരുപക്ഷെ ഏറ്റവും കഠിനമായ ഭാഗമായിരിക്കും. നിങ്ങളുടെ MVP-യിൽ എന്തൊക്കെ ഫീച്ചറുകൾ വേണം, എന്തൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കൽ. ഓർക്കുക, നമുക്കാവശ്യം ഇതില്ലാതെ പറ്റില്ല എന്നുറപ്പുള്ള ഫീച്ചറുകൾ മാത്രമാണ്. ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നവയെല്ലാം അടുത്ത ഘട്ടത്തിലേക്ക് ധൈര്യമായി മാറ്റിവെക്കുക. നിങ്ങളുടെ MVP-യിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ഓരോ ഫീച്ചറിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ കസ്റ്റമറെക്കുറിച്ചോ ബിസിനസ്സിനെക്കുറിച്ചോ ഉള്ള ഏതെങ്കിലും ഒരു ധാരണയെ പരീക്ഷിക്കുന്ന ഒന്നായിരിക്കണം. ഉദാഹരണത്തിന്, കസ്റ്റമേഴ്സ് ഈ ഫീച്ചറിന് പണം തരാൻ തയ്യാറാണ് എന്നതൊരു ധാരണയാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു ബ്ലൂ പ്രിന്റ് എപ്പോഴും യാഥാർത്ഥ്യബോധമുള്ളതായിരിക്കണം. നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട്, എത്ര സമയമുണ്ട്, എത്ര ആളുകളുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മുടെ പ്ലാൻ. അല്ലാതെ വെറുതെ ആകാശക്കോട്ടകൾ കെട്ടിയിട്ട് ഒരു കാര്യവുമില്ല, അല്ലേ? ശരി, ഇതുവരെയുള്ള നമ്മുടെ പ്ലാനിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആശയങ്ങൾ യഥാർത്ഥ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കുക. കാരണം അവരുടെ അഭിപ്രായമാണ് നമ്മുടെ അന്തിമവിധി. ഇത് വളരെ ചിട്ടയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്? ഒരു പ്രോട്ടോടൈപ്പ് കാണിക്കുമോ അതോ ഒരു ബീറ്റ വേർഷൻ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമോ? എത്ര പേരിൽ നിന്നാണ് അഭിപ്രായം തേടേണ്ടത്? ആ കിട്ടുന്ന അഭിപ്രായങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കും?
ഇതിനെല്ലാത്തിനും വ്യക്തമായൊരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കേ, ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ചെറിയ പരീക്ഷണത്തിന് സത്യത്തില് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ വിജയിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലം കിട്ടാതിരിക്കാം. ഈ 2 സാഹചര്യങ്ങളിലും എന്ത് ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യണം. ആദ്യം നമുക്ക് നല്ല കാര്യം തന്നെ ചിന്തിക്കാം. നിങ്ങൾ ലക്ഷ്യം വെച്ച ആ മിനിമം ട്രാക്ഷൻ കിട്ടി, കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വിജയത്തിന് ശേഷം എന്തു ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ഡാറ്റ വിശദമായി പഠിക്കുക. കസ്റ്റമേഴ്സ് തന്ന അഭിപ്രായങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക. അതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ അടുത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വേർഷൻ ഉണ്ടാക്കുക. ഇത് ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ്സാണ്. ഇനി നമുക്ക് മറ്റേ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഇത് ലോകാവസാനമാണോ? ഒരിക്കലുമല്ല. ഒരു MVP വിജയിച്ചില്ലെങ്കിൽ അതിനെ ഒരു പരാജയമായി കാണരുത്. അതൊരു വിലയേറിയ പാഠമാണ്. ആ പരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളുടെ ദിശ മാറ്റാൻ, അതായത് ഒരു പിവറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണിത്. ഇത് നിങ്ങളെ ഒരുപാട് വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പോ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത ഐഡിയ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരൊറ്റ ചോദ്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമിടയിൽ വഴി കാണിച്ചു തരുന്ന ആ വെളിച്ചം. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ വിജയസാധ്യതകൾ തീർച്ചയായും കൂടും.